വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശ്യാമയെ ഒറ്റയ്ക്ക് ഇങ്ങനെ ശാലിനി വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്നാണോ കുഞ്ഞേച്ചി പറയുന്നത്, അവിടെ കുട്ടികൾ ആരെങ്കിലും തിരക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം കല്യാണ വീടല്ലേ, എവിടെ ചോദിച്ചാൽ അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞാൽ മതി, തിരക്കിനിടയിൽ ആരും അതൊന്നും ശ്രദ്ധിക്കാനായിട്ട് പോകുന്നില്ല. പിന്നെ എൻ്റെ ആക്സിഡൻറ്റിൻ്റെ കാര്യമൊന്നും അവിടെ പോയി പറയണ്ട, ഒന്ന് മാത്രം ഞാൻ ഉറപ്പ് തരാം, വിഷ്ണുവേട്ടൻ കാർത്തികയുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് ഹർഷനെയും കുട്ടികളെയും കൊണ്ട് ഞാൻ അവിടെ എത്തിയിരിക്കും. ഇത്തിരി പോകുന്ന കുട്ടികൾക്ക് ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ ഞാനും പിന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടേ. ഇത്രയും നേരം എനിക്ക് ആത്മവിശ്വാസം ഇല്ലായിരുന്നു, പക്ഷേ പപ്പി ലൊക്കേഷൻ അയച്ചു തന്നതിന് ശേഷം എനിക്ക് നല്ല ആത്മധൈര്യമുണ്ട് എന്ന് പറഞ്ഞ് ശാലിനിയാണെങ്കിൽ ആ കാറിൽ കയറ്റി വിടുന്നുണ്ട്. അന്നേരം രാമേട്ടനാണെങ്കിൽ ആ കളക്ടറുടെ ശാലിനിയുടെ വണ്ടിയുമായിട്ട് വരുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണ്, രാമേട്ട കളക്ടറുടെ വണ്ടിയാണ്, അത് ഓടിക്കേണ്ടതായ അതിൻ്റേതായ മാന്യതയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ അതൊന്നും നോക്കണ്ട, 15 മിനിറ്റ് കടന്നു പോയ വണ്ടി എവിടെയാണെന്ന് നമുക്കൊന്ന് പിടിക്കണം, ഇപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ അയച്ചു തരാം, എന്താ രാമേട്ട നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ ചോദിക്കുകയാണ്. അന്നേരം കുഞ്ഞ് ധൈര്യമായിട്ടിരിക്കും, കുഞ്ഞ് വിചാരിക്കുന്നതിന് 5 മിനിറ്റിന് മുമ്പേ ഞാൻ ആ സ്ഥലത്ത് എത്തിച്ചു തരാം എന്നിങ്ങനെ രാമേട്ടന് ഉറപ്പ് കൊടുക്കുകയാണ്. തുടർന്ന് ശാലിനി വണ്ടി കയറുന്നുണ്ട്, രാമേട്ടൻ വണ്ടി എടുത്ത് നല്ല സ്പീഡിൽ പോവുകയാണ്. ഇതേ സമയം അമ്പലത്തിൽ മധുശ്രീ ആണെങ്കിൽ കുറേ ഗുണ്ടകളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിൽ ഡേവിഡ് എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ മെയിൻ ആൾ. അയാളും വേറൊരാളും കൂടെ നിൽക്കുകയാണ്. അന്നേരം നിങ്ങൾ 5-8 പേരുണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഓളത്തിന് പറഞ്ഞതാണോ, ഇപ്പോൾ പൂച്ചക്കുട്ടികളെ ആരെയും ഞാൻ കണ്ടില്ലല്ലോ എന്നൊക്കെ മധുശ്രീ ചോദിക്കുകയാണ്. തുടർന്ന് അങ്ങനെ ഭയപ്പെടുത്താനും നോക്കണ്ട, പറഞ്ഞാൽ അതേപോലെ ചെയ്തിരിക്കുന്ന ആളാണ് ഈ ഡേവിഡ്. ആ നിൽക്കുന്ന ആളിനെ കണ്ടില്ലേ, അവൻ്റേത് 4K CCTV ക്യാമറയെക്കാളും സൂക്ഷ്മതയുള്ളതാണ് അവൻ്റെ കണ്ണുകൾ, എല്ലാവരും സ്കാൻ ചെയ്യുന്ന അവനാണ് എന്ന് പറഞ്ഞിട്ട് 1-2 സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഡേവിഡ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഓരോ സ്ഥലത്തും ഓരോരുത്തരും നിൽപ്പുണ്ട്. ഇതിനകത്തേക്ക് ഒരു പൂച്ചക്കുട്ടി പോലും കടക്കില്ല എന്നൊക്കെ പറയുമ്പോൾ സിംഹക്കുട്ടിയെ അങ്ങനെ എങ്ങ് കൊച്ചാക്കല്ലേ, കാര്യം കളക്ടറാണ്, അവൾ ഇതിനകത്തേക്ക് കടക്കാതെ നോക്കണമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഇയാളുടെ കയ്യിലേക്ക് ഡേവിഡ് കൂടെ നിൽക്കുന്ന ആളിൻ്റെ കയ്യിൽ എത്ര ബോംബിന് ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇനി 2-3 ഉണ്ടെന്ന് പറയുകയാണ്. അന്നേരം അത് വേറെ ആളുടെ കയ്യിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു വിടുന്നുണ്ട്. തുടർന്ന് മധുശ്രീയോട് പറയുകയാണ്, സ്വയം രക്ഷയ്ക്കാക്കിയിട്ട് ആളുകളെ പരിഭ്രാന്തരാക്കി രക്ഷപ്പെടാനുള്ള ബോംബുകളാണ്, എവിടെ ഇടുന്നോ അവിടെ എങ്ങോട്ട് കറക്കും, മുഖത്തേക്ക് ഇട്ടാൽ മുഖത്തും കറക്കും, പിന്നെ കൊല്ലണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ്, പക്ഷേ ഇങ്ങോട്ട് ഞോണ്ടാൻ വന്നാൽ അങ്ങോട്ട് അതിൻ്റേതായ രീതിയിൽ ഡേവിഡ് ചെയ്തിരിക്കും. ഈ അമ്പലം വളഞ്ഞിരിക്കുന്നത് ഡേവിഡിൻ്റെ പിള്ളേരാണ്, അതുകൊണ്ട് അവിടെ നിൽക്കുന്നത് കളക്ടറാണോ ചീഫ് സെക്രട്ടറി ആണോ എന്നൊന്നും ഡേവിഡ് നോക്കാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം മധുശ്രീക്ക് അതത്ര അങ്ങോട്ട് രസിക്കുന്നില്ല, എന്നാലും ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. തുടർന്ന് മധുശ്രീ പറയുന്നുണ്ട്, ഫോട്ടോ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്, ജില്ലാ കളക്ടറാണ് ശാലിനി, അവൾ ഇതിനകത്തേക്ക് കയറാതെ നോക്കണം, സിംഹക്കുട്ടി അത്രയ്ക്ക് അങ്ങോട്ട് കൊച്ചാക്കണ്ട എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് മധുശ്രീ അങ്ങോട്ട് മാറുമ്പോൾ ഈ ഫോണിൽ വന്ന ഫോട്ടോ ഡേവിഡ് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഡേവിഡാണ് ഇവിടെ പത്മവ്യൂഹം തകർത്തിരിക്കുന്നത്, അവിടെ അത് ഭേദിച്ച് വരാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന് പോലും കഴിയില്ല എന്ന് വന്ന് ഇങ്ങോട്ട് വാടി നിനക്ക് കാട്ടിത്തരാമെന്നൊക്കെ ആ ഫോട്ടോ നോക്കി ശാലിനിയുടെ ഫോട്ടോ നോക്കി ഡേവിഡ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇതേ സമയം കാറിൽ പോകുന്ന ശാലിനിയാണെങ്കിൽ രാമേട്ടന് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നേരം നമുക്കൊരു തിരിച്ചു വരാനുള്ള വഴിയൊന്നുമില്ല, സമയം കുറച്ചേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആ മുൻവിധിയോടുകൂടി തന്നെയാണ് മോളെ ഞാൻ വണ്ടി ഓട്ടിക്കുന്നത്, ഈ പറഞ്ഞ ലൊക്കേഷനിലേക്കുള്ള ഷോർട്ട് കട്ട് ഇതാണ്, നമുക്ക് അതിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ തീർച്ചയായും എന്ന് പറഞ്ഞിട്ട് അവരതിലേ വെച്ച് പിടിക്കുകയാണ്. അതേസമയം ഹർഷൻ പോകുന്ന വണ്ടിയുടെ പുറകിൽ ഡിക്കിയിൽ കുഞ്ഞുങ്ങൾ ഇരിക്കുകയാണെന്നല്ലോ. അന്നേരം പ്രാർത്ഥിക്കുന്നുണ്ട് പപ്പി അങ്ങോട്ട്, ഈശ്വര കൃഷ്ണ എത്രയും പെട്ടെന്ന് ഈ കല്യാണം മുടക്കണേന്നൊക്കെ. അന്നേരം പപ്പി എന്തോ പറയുന്നുണ്ടല്ലോ എന്ന് സത്യ ചോദിക്കുകയാണ്. അന്നേരം ഞാൻ പറയുകയല്ല, പ്രാർത്ഥിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ചേച്ചിയമ്മ നമ്മുടെ അടുത്തേക്ക് വന്നാൽ മതി, ഹർഷനങ്ങളുടെയും കൂട്ടിക്കൊണ്ട് പോയാൽ മതി, കല്യാണം മുടക്കിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഈ സത്യ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ചേച്ചിയമ്മ എന്ന് പറയുന്നത്. അന്നേരം പക്ഷെ അത് സത്യ ചോദിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, നമ്മളിപ്പോൾ കുറേ ദൂരം പോയല്ലോ, എവിടെ എത്തിക്കാണും എന്നുള്ളത്. അന്നേരം എവിടെ എത്തിയാലും വേണ്ടില്ല, വഴിക്ക് വെച്ച് ഹർഷനങ്ങളുടെയും കൂട്ടി അങ്ങോട്ടത്തേക്ക് പോയാൽ മതി, വിഷ്ണുവച്ചൻ ഇപ്പോൾ ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും, ഞാനുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിച്ചേനെ എന്നിങ്ങനെ പപ്പി പറയുകയാണ്. അന്നേരം സത്യ പറയുന്നുണ്ട്, അതല്ല ഞാൻ ഓർക്കുന്നത്, എൻ്റെ അമ്മ വരുമ്പോൾ തലയിൽ ആ കെട്ടും വെച്ചുകൊണ്ടല്ലേ വരുന്നത്, എവിടെയെങ്കിലും തട്ടിയാൽ മുറിയും പിന്നെയും മുറിയും ചോരയൊക്കെ വരും, വേദനിക്കുമെന്നും പറഞ്ഞ് സത്യ സങ്കടപ്പെടുകയാണ്. അന്നേരം അതൊന്നും പേടിക്കേണ്ട, അതൊക്കെ സത്യയുടെ അമ്മ മാനേജ് ചെയ്തോളൂ, എങ്ങനെയും ഇതെത്തി അമ്പലത്തിലേക്ക് കൊണ്ടുപോയി കല്യാണം മുടങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഹർഷൻ അങ്കിൾ കല്യാണം മുടങ്ങുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഹർഷൻ അങ്കിൾ നമ്മുടെ മുന്നിൽ വന്ന് ചാടില്ലല്ലോ എന്നിങ്ങനെ പപ്പി ആശ്വസിക്കുകയാണ്. അന്നേരം സ്വപ്നം കാണലൊക്കെ പിന്നീടാകട്ടെ, ഇതിപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ എത്തേണ്ടിടത്ത് എത്തിയാൽ മതി എന്നിങ്ങനെ സത്യം പറയുകയാണ്.
ഈ സമയത്ത് അവിടെ കാർത്തികയെ മേക്കപ്പുകാർ ഇങ്ങനെ ഒരുക്കുകയാണ്. അന്നേരം കണ്ണാടി മുൻപിലിരിക്കുന്ന കാർത്തികയാണെങ്കിൽ ഇങ്ങനെ കണ്ണാടി നോക്കി ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഇങ്ങനെ എന്നെ ഈ വേഷത്തിൽ കാണണമെന്ന് ഹർഷൻ എത്രയോ വട്ടം ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ഭാഗ്യം, ആ സ്വപ്നങ്ങളും എല്ലാം നീ അങ്ങോട്ട് മറന്നുപോയി. വേറൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ നീ നിൻ്റെ സ്വപ്നങ്ങൾ തേടിപ്പോയി. പക്ഷേ ഈ കാർത്തിക നിന്നേക്കാൾ പണവും സൗന്ദര്യവും പിന്നെ പ്രതാപവും ഒക്കെയുള്ള വിഷ്ണുവേട്ടനെ കെട്ടി ഞാൻ നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും, എന്നെങ്കിലും ഒരിക്കൽ നിൻ്റെ മുമ്പിൽ വരിക തന്നെ ചെയ്യും, എന്നിട്ട് ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ കോട്ട കെട്ടി കണ്ണാടി നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വിഷ്ണു അവിടത്തേക്ക് വരുന്നത്. അന്നേരം വിഷ്ണുവിനെ കാണുമ്പോൾ ആ ഒരുക്കിക്കൊണ്ടിരുന്ന സ്ത്രീകളൊക്കെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. തുടർന്ന് കാർത്തിക ആദ്യം ഒന്ന് പരിഭ്രമിക്കുന്നെങ്കിലും വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് വിഷ്ണുവേട്ടാന്ന് ചോദിക്കുകയാണ്. അന്നേരം നന്നായിട്ടുണ്ട് എന്നിങ്ങനെ വിഷ്ണു അടിമുടി നോക്കിയിട്ട് പറയുമ്പോൾ, അപ്പോൾ വിഷ്ണുവേട്ടന് അങ്ങനെയൊക്കെ പറയാൻ അറിയാമോ എന്ന് കാർത്തിക ചോദിക്കുകയാണ്. പേടിയോടെ തന്നെയാണ് കാർത്തിക ചോദിക്കുന്നത്. അന്നേരം ഇനി അങ്ങനെയൊക്കെ ചിന്തിച്ചല്ലേ പറ്റുകയുള്ളൂ, നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പോവുകയല്ലേ, അഗ്നിസാക്ഷിയായിട്ട് താലി കെട്ടാനൊക്കെ പോവുകയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നിങ്ങനെ കാർത്തിക പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് പറയുകയാണ്, ഹർഷൻ തിരിച്ചു വരരുതേ എന്നുള്ള പ്രാർത്ഥന അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം കാർത്തിക അത് വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ കാർത്തികൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. എന്ന് വിഷ്ണുവിനെ ആകെ പേടിയോടുകൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, നിൻ്റെ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഇങ്ങനെ ഒരാളിനെ, ഹർഷൻ എന്ന വ്യക്തിയെ നീ സ്നേഹിച്ചിട്ടേ ഇല്ല എന്നൊരു മലക്കം മറിച്ചിലാണല്ലോ നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കാത്തിരുന്നിട്ടും കാര്യമില്ല എന്നതുകൊണ്ട് ഞാൻ അല്പം കാര്യഗൗരവത്തോടു കൂടി കാര്യങ്ങൾ ചിന്തിച്ചു എന്നേ ഉള്ളൂ. എത്ര നാളാണ് ഇങ്ങനെ ഒരു എത്തും പിടിയില്ലാത്ത കരയിൽ ഞാനിങ്ങനെ ആരും അല്ലാതെ കഴിയുന്നത്, ഞാനും ഒരു പെണ്ണല്ലേ വിഷ്ണുവേട്ടാ എന്നിങ്ങനെ കാർത്തിക ചോദിക്കുകയാണ്. അപ്പോൾ നിലനിൽപ്പാണ് മുഖ്യം, നീ നിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിച്ചു. സ്വത്തും പണവും പ്രതാപവും ഒക്കെ കണ്ടപ്പോൾ നിൻ്റെ മുഖത്ത് വല്ലാത്തൊരു തിളക്കമുണ്ട്, അത് നിൻ്റെ മുഖത്ത് നന്നായിട്ട് പ്രതിഫലിച്ച് കാണാനുമുണ്ട്. മുഹൂർത്തം അടുക്കും തോറും അതങ്ങോട്ട് ഏറി വരികയാണ് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ കാർത്തിക ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ്. അന്നേരം കാർത്തികയ്ക്ക് ആദ്യം പേടിയൊക്കെ ആവുന്നുണ്ട്. തുടർന്നും പറയുകയാണ്, എൻ്റെ സംശയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നുകൂടി പറയാം. ഇപ്പോൾ എനിക്കൊരു മുത്തശ്ശി കഥയാണ് ഓർമ്മ വരുന്നത്, ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത ഒരു പാവ കർഷകൻ്റെ കഥ. പക്ഷേ ഒട്ടകവും കർഷകനും ഒക്കെ പഴഞ്ചനായി, പക്ഷേ ആ തന്ത്രത്തിന് ഇപ്പോഴും നല്ല മാർക്കറ്റാണ്. അത് തന്നെയാണ് നീ ഇവിടെയും പ്രയോഗിച്ചിരിക്കുന്നത് അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. സ്വത്തും പ്രതാപവും ഒക്കെ കിട്ടാൻ പോകുന്ന ഭാഗ്യങ്ങളൊക്കെ കണ്ടപ്പോൾ നീ അങ്ങ് കണ്ണ് മഞ്ഞളിച്ചിരിക്കുക തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം അത് വിഷ്ണുവേട്ടാന്നൊക്കെ പറഞ്ഞ് കാർത്തിക നിൽക്കുകയാണ്. അന്നേരം ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം എന്നാണല്ലോ, എന്നാലും ഒരു വിവാഹ വധുവിൻ്റെ വേഷത്തിൽ ഇങ്ങനെ നീ ഇങ്ങനെ ചത്ത് മലന്ന് കിടക്കുമ്പോൾ ആ തിളക്കം, ഇപ്പോഴുള്ള തിളക്കം നിൻ്റെ മുഖത്ത് ഉണ്ടാകുമോടി, നമുക്കൊന്ന് നോക്കിയാലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കാർത്തിക് അങ്ങോട്ട് പേടിയാവുന്നുണ്ട്. അന്നേരം വിഷ്ണുവേട്ടാന്ന് വിളിക്കുമ്പോൾ പന്നെ മിണ്ടായിരി എന്നും പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ അവിടെ ഇരുന്നൊരു കസേര തട്ടി ഇങ്ങോട്ട് തെറിപ്പിക്കുകയാണ്. അന്നേരം കാർത്തിക ആകെ അങ്ങോട്ട് പേടിക്കുന്നുണ്ട്. ഒരു ഭർത്താവിൻ്റെ സംശയങ്ങൾ തീർത്തു കൊടുക്കേണ്ടത് ഭാര്യയുടെ കടമയാണ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ അരയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കത്തി ഇങ്ങനെ എടുത്തങ്ങോട്ട് നിവർത്തുകയാണ്. അന്നേരം കാർത്തിക് അങ്ങോട്ട് ഞെട്ടി നിൽക്കുകയാണ്. ആപ്പിൾ കണ്ടിക്കാനായിട്ട് വെച്ചിരുന്ന കത്തിയാണ്, പക്ഷെ നിന്നെ പോലുള്ളൊരു പെണ്ണിൻ്റെ കൊരവള്ളി അറുക്കാനായിട്ട് ഇത് തന്നെ ധാരാളം എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കത്തി ഇങ്ങനെ കാർത്തികയുടെ നേരെ ഇങ്ങനെ കാണുകയാണ്. അന്നേരം വിഷ്ണുവായിട്ട് എന്തൊക്കെ കാണിക്കുന്നത്, എനിക്ക് പേടിയാവുന്നു, ഇന്ന് നമ്മുടെ കല്യാണമാണ് എന്നൊക്കെ പറയുമ്പോൾ ആരുടെ കല്യാണമൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. ഇനി കല്യാണം നാളെയാണെങ്കിൽ ഭാര്യയെ കൊന്നു എന്നൊരു പദവിയായിരിക്കും എനിക്ക് ലഭിക്കാൻ പോകുന്നത്. പക്ഷേ ഇന്നാണ് എന്നുണ്ടെങ്കിൽ തലയിൽ കയറാമെന്ന ഒരുത്തിയെ കൊന്നു എന്നുള്ളതാണ്. എനിക്ക് അത് മതി, അങ്ങനെ ഒരു പേര് മതി. പിന്നെ ഈ കാണുന്ന വിഷ്ണുവിൻ്റെ മുഖമല്ല, എനിക്ക് പഴയ ഒരു വിഷ്ണുവിൻ്റെ മുഖമുണ്ട്. മാർക്കറ്റിലേക്ക് പിരിവിനായിട്ട് പലിശ പിരിവിനായിട്ട് ഇറങ്ങുന്ന, കൊണ്ടും കൊടുത്തും ആളുകളെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു വിഷ്ണുവിൻ്റെ മുഖമുണ്ട്. ആ വിഷ്ണുവിലേക്ക് നീ എന്നെ പോവിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ കാർത്തിക ഭയത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. അന്നേരം എന്നും പറഞ്ഞ് ആ കത്തി ഇങ്ങനെ നേരെ വെച്ചിരിക്കുകയാണ്. കാർത്തിക ആകെ പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഒളിച്ചിരിക്കുകയോ ഓടിപ്പോവുകയോ അമ്മയോട് പോയി സത്യങ്ങൾ പറയുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ ആണെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്നവളാണ്. എന്നേക്കാൾ അധികാരവും സ്വാധീനവും ഒക്കെ നീ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ മേലും ഉണ്ടാക്കി. പക്ഷെ അതൊന്നും എനിക്ക് സഹിക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ പഴയ വിഷ്ണുവിലേക്ക് മടങ്ങി പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം. മുഹൂർത്ത സമയത്ത് നീ
ആ മണ്ഡപത്തിലേക്ക് വരാനേ പാടില്ല. അതുകൊണ്ട് നീ ജീവിതം വേണോ ജീവൻ വേണോ എന്നുള്ളത് നീ തന്നെ തീരുമാനിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കത്തി ഓങ്ങി ഇങ്ങനെ സംസാരിക്കുകയാണ്. അന്നേരം കാർത്തിക ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ എന്ന് പറഞ്ഞിട്ട് ആ വിഷ്ണു ആണെങ്കിൽ ആകെ ദേഷ്യം വന്ന കത്തി അങ്ങ് താഴേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് വിഷ്ണു അങ്ങ് തിരിഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം കാർത്തിക ഇങ്ങനെ ആകെ ഭയപ്പെട്ട് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു കത്തിയുടെ താഴെ തന്നെ വീഴുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, ഇനി എൻ്റെ വാക്ക് ധിക്കരിച്ച് ഞാൻ ഈ പറയുന്നത് കേൾക്കാതെ മണ്ഡപത്തിലേക്ക് വരാനാണ് നിൻ്റെ പ്ലാൻ എന്നുണ്ടെങ്കിൽ അവിടെ നടക്കാൻ പോകുന്നത് താലികെട്ടായിരിക്കില്ല, കഴുത്തറുക്കൽ ചടങ്ങായിരിക്കും എന്ന് പറഞ്ഞിങ്ങനെ വിഷ്ണു ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ കഴുത്തിൽ കാണിക്കുന്നുണ്ട്, അറുക്കുന്നത് പോലെ അങ്ങനെ കാണിക്കുന്നു. കഴുത്തറുക്കൽ ചടങ്ങായിരിക്കും നടക്കാൻ പോകുന്നത്. അവിടെ അമ്മയെ പേടിച്ച് മാറി നിൽക്കുന്ന വിഷ്ണുവിനെ ആയിരിക്കില്ല നീ കാണാൻ പോകുന്നത്. എൻ്റെ ശാലിനിക്ക് വേണ്ടി ഞാനതങ്ങ് സന്തോഷത്തോടു കൂടി ചെയ്യും, നിനക്കത് അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ കൈ ഓങ്ങുകയാണ്. അന്നേരം കാർത്തിക ആകെ ഞെട്ടി പേടിച്ച് നിൽക്കുകയാണ്. കാർത്തികയ്ക്ക് നിന്നെടുത്തുനിന്ന് അനങ്ങാനേ സാധിക്കുന്നില്ല. വിഷ്ണുവിൻ്റെ ആ ഭീഷണിപ്പെടുത്തലും ആ ഭാവവും ദേഷ്യവും ഒക്കെ കാണുമ്പോൾ ആകെ പേടിച്ചിങ്ങനെ കാർത്തിക നിൽക്കുകയാണ്. തുടർന്ന് ജീവൻ വേണോ ജീവിതം വേണോ എന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാം, മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ട്, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ എന്നിങ്ങനെ കൈ ഓങ്ങി ഓങ്ങി വിഷ്ണു സംസാരിക്കുകയാണ്. എന്നിട്ട് വിഷ്ണു അങ്ങ് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അത്രയും പറഞ്ഞിട്ട് വിഷ്ണു പോയതിന് ശേഷം മധുശ്രീ അങ്ങോട്ടത്തേക്ക് വരികയാണ്. അന്നേരം കാർത്തിക ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുമ്പോൾ മധുശ്രീ കണ്ടിട്ട് മധുശ്രീ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് മധുശ്രീയുടെ കയ്യിൽ അങ്ങോട്ട് പിടിക്കുകയാണ്. അന്നേരം നീ എന്തിനാണ് നിന്ന് മോങ്ങുന്നത്, വെറുതെ മേക്കപ്പുകാർക്ക് പിന്നെ ജോലി കൂട്ടാതെ എന്താണെന്ന് വെച്ചാൽ പറയുമെന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവേട്ടൻ ആകെ ദേഷ്യത്തിലാണ്. ഞാൻ മണ്ഡപത്തിലേക്ക് ചെന്നാൽ എന്നെ കൊന്നുകളയുമെന്നാണ് പറയുന്നത്, കൊന്നും കൊല വിളിച്ച് നടന്നൊരു ഭൂതകാലം വിഷ്ണുവേട്ടൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ പോയി എന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ വെറുതെ പറയുകയാണ്. വണ്ടി ഏറി കളിക്കുന്ന പ്രായത്തിൽ വെറുതെ ഓരോന്ന് ചെയ്ത് കൂട്ടിയത്, നല്ല പേരെടുത്ത ഗുണ്ടകളോടൊന്ന് നേരെ മുട്ടി നോക്കിയിട്ട് പോലുമില്ല. ആരെങ്കിലും ഒന്ന് അറിഞ്ഞ് പെരുമാറിയ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അത് നീ എന്തായാലും മണ്ഡപത്തിലേക്ക് വരാൻ നോക്ക്, തട്ടേ കയറിയിട്ട് ബാക്കി ഡയലോഗൊക്കെ നോക്കാമെന്ന് പറയുകയാണ്. അന്നേരവും കാർത്തിക് ഇങ്ങനെ ആകെ പേടിച്ച് വീണ്ടും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അതിന് വേണ്ട വിഷ്ണുവിനെ തണുപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മണ്ഡപത്തിൽ ചെയ്തിട്ടുണ്ട്, ഇനി അതും മറികടന്ന് നിനക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് നിൻ്റെ വിധിയാണെന്ന് കരുതിയാൽ മതി, ഒന്നും സംഭവിക്കില്ല, നീ എന്തായാലും വരാൻ നോക്ക് എന്നിങ്ങനെ പറഞ്ഞ് മധുശ്രീ കാർത്തിക് അങ്ങോട്ട് ധൈര്യം കൊടുക്കുകയാണ്. ഇതേ സമയം കുട്ടികളാണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്, എവിടെ എത്തി എന്താണെന്ന് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അന്നേരം ഫോൺ എടുക്കുമ്പോൾ സത്യയുടെ അമ്മ എവിടെ എത്തി എന്നിങ്ങനെ പപ്പി ചോദിക്കുകയാണ്. അന്നേരം എത്താറായി, എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയിട്ട് കാര്യമില്ല, ഇത്രയും പെട്ടെന്ന് എത്തണേ എന്ന് പറയുകയാണ്. അന്നേരം ഇത്രയും ഒക്കെ കാട്ടിത്തന്ന സർവേശ്വരൻ അതിനുള്ള വഴിയും കാണിച്ചു തരും, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എത്താം, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, വിഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ അമ്പലത്തിലെ കല്യാണ ഒരുക്കങ്ങളൊക്കെ തിരുമേനി അവിടെ ചെയ്യുകയാണ്. കുറേ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അതിൽ രണ്ട് സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ സത്യാമ്മയുടെ വാശിയുടെ പുറത്ത് നടക്കുന്നതാണ്. ആ വിഷ്ണുവിന് അത്ര ഇഷ്ടമൊന്നുമല്ല. ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയാണ് നിൽക്കുന്നത്. അവർ സത്യാമ്മയുടെ കുടുംബത്തിലേക്ക് ചേരേണ്ടവരൊന്നും അല്ല എന്നിങ്ങനെയൊക്കെ പറയുകയാണ്. അന്നേരം ആ ചെക്കൻ പോയി വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ട് സത്യാമ്മ നടത്തി കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ കളക്ടറെ ഉപേക്ഷിച്ചതാണോ എന്നൊക്കെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുകയാണ്. അന്നേരം ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടത്തേക്ക് ഇങ്ങനെ സത്യഭാമ വരുന്നുണ്ട്. അന്നേരം സത്യഭാമയോട് അവിടെ ഇരിക്കുന്ന ഒരാളിങ്ങനെ പറയുന്നുണ്ട്, കല്യാണ ഒരുക്കങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ട്, ഇതുപോലൊരു ചടങ്ങ് നടത്താൻ സത്യാമ്മയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ, അച്ഛൻ ഇരുന്ന് പോയെങ്കിൽ അച്ഛൻ്റെ കുറവുകളൊക്കെ പരിഹരിച്ച് സത്യാമ്മ ഓടി നടന്നെല്ലാം ചെയ്യുകയല്ലേ, പൂവിട്ട് തൊഴണം എന്നൊക്കെ പറഞ്ഞങ്ങ് സത്യഭാമ അങ്ങോട്ട് പോഴ്ത്തുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് പൊങ്ങി പോവുകയാണ് ഭാമ. ഈ സമയത്ത് രോഹിത് ആണെങ്കിൽ രാഘവൻ നായരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർ ആകെ ദേഷ്യത്തിലാണ്, ആരെ മുഖത്ത് പോലും നോക്കുന്നില്ല. ഭാമ ഇങ്ങനെ നോക്കി ചിരിക്കുമ്പോൾ അങ്ങ് ദേഷ്യത്തോടെ മുഖം തിരിക്കുകയാണ്. സത്യഭാമയ്ക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് ഇരിക്കാൻ അച്ഛാന്നും പറഞ്ഞ് രാഘവൻ നായർ ഒരു സ്ഥലത്തേക്ക് രോഹിത് കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. നേരം ദേഷ്യത്തിലാണ് രാഘവൻ നായർ ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. മൊത്തം എല്ലാവരോടും മുഖത്ത് നോക്കുന്ന എല്ലാവരോടും രാഘവൻ നായർക്ക് നന്നായിട്ട് ദേഷ്യമാണ്. അന്നേരം തിരുമേനി പറയുന്നുണ്ട്, സത്യമേ താലി നേരത്തെ എടുത്ത് വയ്ക്കാം, ഇങ്ങോട്ടത്തേക്ക് വയ്ക്കാം, പൂജിക്കാനുള്ളതാണെന്ന്. അന്നേരം ഇതിപ്പോഴും അങ്ങോട്ട് തന്നേക്കാം, നേരത്തെ ചെയ്തു വെച്ചിരുന്നാലും പിന്നെ ചെക്കനും പെണ്ണിനും വന്നിട്ട് താലി കെട്ടിയാൽ മതിയല്ലോ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് താലി അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങുമ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, അതിന് ഇനിയും സമയമുണ്ടല്ലോ, മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ടല്ലോ സത്യാമ്മയെന്ന് പറയുമ്പോൾ, അല്ല നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ ചെയ്തു വെച്ചിരുന്നാൽ അത്രയും ആശ്വാസമായല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പേഴ്സിൽ നിന്ന് ഇങ്ങനെ താലി എടുക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം ശാലിനി ഹർഷൻ്റെ പിന്നാലെ പോകുന്നതും കാണിക്കുന്നുണ്ട്. ഇത്രയുമേ ഈ എപ്പിസോഡിലും കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെയും ഹർഷൻ്റെ അടുത്തേക്ക്
ശാലിനി എത്തിയിട്ടില്ല ഈ എപ്പിസോഡിൽ. പിന്നെ കാർത്തികയെ ഭീഷണിപ്പെടുത്തുന്ന ആ സീന് മാത്രമേ ഉള്ളൂ. ഇത്രയും ആണ് പുതിയ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലെങ്കിലും ശാലിനി ഹർഷൻ്റെ അരികിലേക്ക് എത്തുമായിരിക്കും. ഹർഷനെയും കൂട്ടി പിന്നെ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നോക്കാം. വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. TV എപ്പിസോഡ് കാണുക. വീഡിയോ ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.